السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. സൂറത്ത് സജ്ദ. സൂറത്ത് സജ്ദയിലെ 6 ആയത്തുകളാണ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മൾ മനസ്സിലാക്കിയത്. ഈ സൂറത്ത് നമ്മൾ കുറേശ്ശെ എടുത്തു പോകുന്നത് പെട്ടെന്ന് ഹിഫ്ലാക്കാൻ പാകമാകുന്ന ഒരു രീതിയിലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹിഫ്ലാക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കൊന്ന് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. تنزيل الكتاب لا ريب فيه من رب العالمين. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. ذلك عالم الغيب والشهادة العزيز الرحيم.
الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون طيب بارك الله فيكم جميعا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഒരു വാചകത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. ذلك عالم الغيب والشهادة العزيز الرحيم. അവനാണ് അദൃശ്യമായതും ദൃശ്യമായതും അറിയുന്നവൻ. മാത്രമല്ല അവൻ അസീസാണ്, അവനാരാണ്? അർ-റഹീമാണ്. നമ്മളത് എന്താന്ന് പറഞ്ഞിരുന്നു. അസീസ് എന്ന് പറഞ്ഞാൽ അല്ലദീ ഖദ് അസ്സ കുല്ല ഷൈഇൻ ഫഖഹറഹു വഗലബഹു. എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുകയും അതിജയിക്കുകയും ചെയ്തവൻ എന്നാണ് ശരിക്ക് അസീസ് എന്ന് പറഞ്ഞാൽ. വദാനത്ത് ലഹുൽ ഇബാദു വർ-റിഖാബ്. അടിമകളും റിഖാബുകളും അവന് വേണ്ടി കീഴ്പ്പെടുന്നു. അതായത് എല്ലാറ്റിന്റെ മേലും ആധിപത്യമുള്ളവനാണ് അവൻ. രണ്ടാമത്തെ വാക്ക് അർ-റഹീം എന്നാണ്. അർ-റഹീം എന്ന് പറഞ്ഞാൽ ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് റഹ്മത്തുള്ളവനാണ് അല്ലാഹു. ഫഹുവ അസീസുൻ ഫി റഹ്മതിഹി റഹീമുൻ ഫി ഇസ്സതിഹി. അവന്റെ റഹ്മത്തിൽ അവൻ അസീസാണ്, അവന്റെ ഇസ്സത്തിൽ അവൻ റഹീമുമാണ്. വഹാദാ ഹുവൽ കമാൽ. അല്ലാഹു അക്ബർ. അതാണ് പൂർണ്ണത എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അസീസ് എന്ന് പറഞ്ഞാൽ ആർക്കും പരാജയപ്പെടുത്തുക സാധ്യമല്ലാത്ത, തന്റെ ശത്രുക്കളോട് പ്രതികാര നടപടി സ്വീകരിക്കുന്നവനായ മഹാപ്രതാപിയാണ് ആര്? അൽ അസീസ്. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറയാം അല്ലദീ. ആ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുതരാണ്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് അല്ലദീ, നേരത്തെ പറഞ്ഞ അസീസും റഹീമുമായിട്ടുള്ളവൻ, യാതൊരുവൻ. അഹ്സന, അഹ്സൻ എന്ന് പറഞ്ഞാൽ നന്നാക്കി. കുല്ല ഷൈഇൻ, എല്ലാ വസ്തുവേയും. ഖലഖഹു, അവൻ അതിനെ സൃഷ്ടിച്ചു. വബദഅ, അവൻ ആരംഭിക്കുകയും ചെയ്തു. ഖൽഖൽ ഇൻസാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പ്. മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. അല്ലാഹു അക്ബർ. എന്താ ഇവിടെ പറയുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയെയും കൃത്യതയുള്ളവനാക്കിയവനാണ്. കൃത്യതയുള്ളവനാക്കിയവനാണ് അവൻ. അഹ്സന ഖൽഖ കുല്ല ഷൈഇൻ ഐ അത്ഖനഹു വ അഹ്കമഹു. അതിനെ ദൃഢതയുള്ളതും വ്യവസ്ഥപ്പെടുത്തിയ കൃത്യതയുള്ളതുമാക്കി തീർത്തവനാണ് അവൻ. അത് യാതൊരു ന്യൂനതയും പറയാൻ
ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ മാത്രം ഒരു ന്യൂനതയുമില്ലാത്തത്ര കൃത്യമായി പഠിച്ചവൻ. നമുക്ക് വേഗം മനസ്സിലാവും. കണ്ണിന്റെ സ്ഥാനത്ത് കണ്ണും, ചെവിന്റെ സ്ഥാനത്ത് ചെവിയും, മൂക്കിന്റെ സ്ഥാനത്ത് മൂക്കും, കൈയിന്റെ സ്ഥാനത്ത് കൈയും, കാലിന്റെ സ്ഥാനത്ത് കാലും. ഏതെങ്കിലും തരരിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്തൊരു ന്യൂനതയായിരിക്കും മനുഷ്യനെ വരെ, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മൾ മുമ്പത് പറഞ്ഞിട്ടുണ്ട് അത്ര കൃത്യത. എന്നിട്ട് പിന്നെ പറയാണ് ക്ഷമിക്കണം, ഖലഖൽ ഇൻസാനി മിൻ തീൻ. അതായത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെ മനുഷ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? യാനി ആദം അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ സാധാരണ വായിച്ചു പോയി നമുക്കത് മനസ്സിലാവില്ല, തഫ്സീറിലേക്ക് ഇറങ്ങിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. ആദമിന്റെ സൃഷ്ടിപ്പാകട്ടെ ഒരു മുൻ മാതൃകയില്ലാതെ മണ്ണിൽ നിന്നാണ് അല്ലാഹു തആല ആരംഭിച്ചതെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്ന് ആരംഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ, അതായത് മനുഷ്യ പിതാവായ ആദമിന്റെ സൃഷ്ടിപ്പ്. നിങ്ങളൊന്ന് ആലോചിക്കും, ആദം നബിനെ എവിടുന്ന പഠിച്ചത്? കുല്ലുക്കും ആദം മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്ന്, ആദമാകട്ടെ മണ്ണിൽ നിന്നും. നമ്മൾ ഇങ്ങനെ പഠിച്ചു. പക്ഷെ ആ മണ്ണിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഏത് മണ്ണിൽ നിന്നാണ് ആദമിനെ സൃഷ്ടിച്ചത്? എങ്ങനത്തെ മണ്ണിൽ നിന്നാണ് ആദമിനെ സൃഷ്ടിച്ചത്? കളിമണ്ണിൽ നിന്നാണ്. കളിമണ്ണിൽ നിന്ന്, മിൻ തീൻ, കളിമണ്ണിൽ നിന്ന്. അവിടെ തന്നെ പിന്നെയും ചോദ്യമുണ്ട്, എങ്ങനത്തെ കളിമണ്ണാണ്? അല്ലാഹു തആല പറഞ്ഞു, ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പഠിച്ചത് മണ്ണിൽ നിന്നാണ്. എങ്ങനത്തെ മണ്ണാണ്? അത് കളിമണ്ണാണ്. എങ്ങനത്തെ കളിമണ്ണാണ്? 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിന്റെ 11-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നാ ഖലഖ്നാഹും മിൻ തീനിൽ ലാസിബ്. അവരെ നാം ഒട്ടുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. അപ്പൊ ശരിക്ക് മണ്ണാണ്, കളിമണ്ണാണ്. ആ കളിമണ്ണിന്റെ സിഫത്ത് എങ്ങനെയാണ്? അത് ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണാണ്. ഇനിയോ, ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണെന്ന് മാത്രമല്ല, മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്നാണ് ആദം നബിയെ സൃഷ്ടിച്ചത്. 55-ാം അധ്യായം സൂറത്ത് റഹ്മാൻ അതിന്റെ 14-ാമത്തെ ആയത്ത്. എന്തായത്? ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. ചൂള വെച്ച പാത്രം പോലെ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന കളിമണ്ണിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. ഇവിടൊക്കെ മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? ആദം നബിയാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി പിന്നാക്കം പോവാ. ആദം നബിനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. എങ്ങനത്തെ മണ്ണാണ്? കളിമണ്ണാണ്. എങ്ങനത്തെ കളിമണ്ണാണ്? ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണാണ്. എങ്ങനത്തെ ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണാണ്? മുഴങ്ങുന്ന, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണാണ്. മാത്രല്ല ആ മണ്ണിനൊരൽപ്പം ദുർഗന്ധവും കൂടി ഉണ്ടെന്നാണ്. 15-ാം അധ്യായം സൂറത്ത് റഅദിന്റെ 26-ൽ കാണാം. അല്ലാഹു പറയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന പശിമയുള്ള കളിമണ്ണിൽ നിന്നാണ്. തഫ്സീറിൽ കാണാം, ഉണങ്ങിയ, മുട്ടിയാൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. എങ്ങനെ? കാലമേറെ അങ്ങനെ കഴിഞ്ഞതിനാൽ ആ മണ്ണിന്റെ മണത്തിന് മാറ്റം വന്നു എന്നാണ്. അതെങ്ങനത്തെ മണ്ണ് കൂടി എന്നറിയോ? ഒരു കറുത്ത മണ്ണായിരുന്നു എന്നാണ്. നിങ്ങളിങ്ങനെ പിന്നാക്കം പോയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വന്ന് നോക്കി, എത്ര അത്ഭുതങ്ങളാ. മാത്രല്ല ആ കളിമണ്ണെന്ന് പറയുമ്പോ ഏത് കളിമണ്ണാന്നറിയോ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല പറയാണ്, ആ കളിമണ്ണിന്റെ ഒക്കെ സത്തിൽ നിന്നാണ്. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ 12-ാമത്തെ ആയത്ത്. ആദം നബിയുടെ സൃഷ്ടിപ്പിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത മണ്ണിന്റെ വ്യത്യസ്തമായ അവസ്ഥകൾ അല്ലാഹു പറയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്ത് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. നിങ്ങളൊന്ന് പുറകിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് നോക്കി. മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന്, അത് ഒട്ടിപ്പിടിക്കുന്ന കളിമണ്ണിൽ നിന്ന്, മുഴങ്ങുന്ന കളിമണ്ണിൽ നിന്ന്. ആ മണ്ണ് ഒരൽപ്പം താമസിച്ചതിനാൽ അതിനകത്ത് നിറവ്യത്യാസം വന്നിട്ടുണ്ട്, മണവ്യത്യാസം വന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ സത്തിൽ നിന്നാണ് അല്ലാഹു തആല ആരെ പഠിച്ചത്?
ആദമിനെ പഠിച്ചു. എന്താ ദലീൽ? കിതാബുല്ലാഹ്, അള്ളാന്റെ ഖുർആനിലാണ് ഈ പറഞ്ഞൊക്കെ. അങ്ങനത്തെ ഒരു പടപ്പ്. പിന്നെയോ, പിന്നെ അല്ലാഹു തആല പറയാണ് എന്ത്? സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ. സുമ്മ പിന്നീട്, ജഅല അവനാക്കി. ജഅല എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖലഖാന്നുണ്ട് സയ്യറാന്നുണ്ട്, രണ്ട് മായനും വരും. സൃഷ്ടിച്ചു എന്നും ആക്കി എന്നും പറയും, രൂപപ്പെടുത്തി എന്നൊക്കെ പറയും. ഇവിടെ ജഅല എന്ന് പറഞ്ഞാൽ അവൻ ആക്കിയെന്നാണ്. എന്തിനെ? നസ്ലഹു, അവന്റെ സന്താനത്തെ. ആരെ സന്താനത്തെ? ഇനി രണ്ടാമത്തെ, ആദ്യം ആദം, പിന്നീട് ഹവ്വ, പിന്നീട് അതിൽ നിന്നുള്ള വീണ്ടും പറയാണ് നസ്ലഹു, അവന്റെ സന്താനത്തെ. മിൻ സുലാലത്തിൻ, സുലാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സത്താണ്. എങ്ങനത്തെ സത്താണ്? മിൻ മാഇൻ, വെള്ളത്തിന്റെ സത്താണ്. മഹീൻ, നിസ്സാരമായ. ഇതിപ്പോ പറയുമ്പോ ഇത്തരത്തിൽ ആയത്തുകൾ കേട്ട് പരിചയം നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവത് എന്താന്നുള്ളത്. എന്താണത്? പിന്നീട് അല്ലാഹു തആല ഈ ആദമിന്റെ സന്തതിയെ ഒരു നിസ്സാരമായ വെള്ളത്തിന്റെ സത്തിൽ നിന്ന് അവൻ ഉണ്ടാക്കുകയും ചെയ്തു. നമുക്കിത് തഫ്സീർ അനുസരിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം. സുമ്മ ജഅല നസ്ലഹു, അവന്റെ സന്താനത്തെ പിന്നീട് അവനാക്കി എന്ന് പറഞ്ഞാൽ ഐ ദുർരിയതഹു എന്നാണ്, ആദമിന്റെ മക്കളെ. മിൻ സുലാലത്തിൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ സത്തിൽ. മിൻ സുലാലത്തിൻ എന്ന് പറഞ്ഞാൽ സത്തിൽ നിന്ന് പറഞ്ഞാൽ ഐ നുത്ഫത്തിൻ, നുത്ഫയിൽ നിന്ന്. നുത്ഫ എന്ന് പറഞ്ഞാൽ എന്താ? ബീജം. മിൻ മാഇൻ മഹീൻ, നിസ്സാരമായ വെള്ളം. നിസ്സാരമായ വെള്ളം ഐ ളഈഫിൻ, അതാണ് ളഈഫിൻ, ദുർബലമായതാണ്. വഹുവ നുത്ഫത്തുർ റജുൽ, അത് ആരുടെ നുത്ഫയാണ്? പുരുഷന്റെ നുത്ഫയാണ്. തഫ്സീറിൽ കാണാം ثم جعل ذريته من بعده من الماء الذي انسل فخرج منه المني. ശേഷം ആദമിന്റെ സന്താനങ്ങളുടെ പുറത്തു വരുന്ന ഒരു വെള്ളത്തിൽ നിന്ന്, അഥവാ ഇന്ദ്രിയത്തിൽ നിന്ന് ആക്കുകയും ചെയ്തു, ഉണ്ടാക്കി എന്നാണ്. ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ആയത്തുകൾ പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് തറച്ചു കയറുന്ന രീതിയിൽ അല്ലാഹു തആല തന്നെ ഇത് വിശദീകരിച്ചിരുന്നു. ഒരായത്തിന്റെ തഫ്സീർ മറ്റൊരായത്താണ്. യുഫസ്സിറു ബഅദുഹു ബഅദാ. അല്ല, ഞാൻ പറയണ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ അതോ വെറുതെ ഇരിക്കുക? മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ എങ്ങനെ വെച്ചാല് പ്രസംഗിച്ചാൽ അറിയും പ്രസംഗാന്ന്, ക്ലാസ് എടുത്താൽ പറയാം ഇങ്ങനെ തലയുറിഞ്ഞിരിക്കും, അപ്പൊ നമുക്ക് ഉറക്കം വരും. അതുകൊണ്ടാണ് ചോദിക്കണമെന്ന് വിചാരിക്കരുത് ഞങ്ങള്. പിന്നെ 40-ാം അധ്യായം അതിന്റെ 67-ാമത്തെ ആയത്ത്. 40-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സൂറത്ത് ഗാഫിറാണ്. അതിന് സൂറത്ത് മുഅ്മിൻ എന്ന് പേരുണ്ട്, രണ്ട് പേരുണ്ട്. സൂറത്ത് ഗാഫിറിന്റെ 67-ാമത്തെ ആയത്ത് അവിടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം വെച്ചാല് 67, 68 ഒക്കെ പ്രധാനമാണ്. അവിടെ റബ്ബ് പറയാണ് ഹുവല്ലദീ ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ ثم من نطفة ثم من علقة ثم يخرجكم طفلا ثم لتبلغوا أشدكم ثم لتكونوا شيوخا. എന്ത് രസമായിട്ടറിയാം. മണ്ണിൽ നിന്നും പിന്നെ ബീജഗണത്തിൽ നിന്നും പിന്നെ ഭ്രൂണത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചത് അവനാകുന്നു. പിന്നെ നിങ്ങളെ ഒരു ശിശുവായി അവൻ പുറത്തു കൊണ്ടുവരുന്നു. പിന്നീട് നിങ്ങളുടെ പൂർണ്ണ ശക്തി പ്രാപിക്കാനും പിന്നീട് നിങ്ങൾ വൃദ്ധരായി തീരുവാനും വേണ്ടി. എത്ര ഘട്ടമാണ് അതിൽ അല്ലാഹു തആല പറഞ്ഞത്. ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യഘട്ടം മുതൽ അവൻ ഖബറിലേക്ക് നിശ്ചയിക്കപ്പെടുന്ന ഒരു, നമ്മൾ പറയില്ല പ്രായാധിക്യെന്നറിയില്ല, ശുയൂഖ, വയസ്സനാകുന്നവരെ. അതാണ് ശരിക്ക് ഈ സൂറത്ത് യാസീനിൽ കണ്ടില്ലേ, ഈ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പഴയ ഈത്തപ്പന തണ്ട് പോലെ എന്ന് പറഞ്ഞില്ലേ, അവലം നുഅമ്മിറുഹു നക്കിസു ഫിൽ ഖൽഖ് എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ കാണാം. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞൊരു കാര്യമാണ് ഇത്. അവിടെ മാത്രല്ല, ഉദാഹരണത്തിന് ഞാൻ ഒരായത്തും കൂടി പറഞ്ഞുതരാം. വിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ അധ്യായം സൂറത്ത് ജിന്ന്. മാറിപ്പോയ റബ്ബേ. 76-ാമത്തെ അധ്യായം സൂറത്ത് ഇൻസാൻ. സൂറത്ത് ഇൻസാന്റെ 2-ാമത്തെ ആയത്ത്. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നുത്ഫയിൽ നിന്ന് മാത്രമാണോ? അല്ല,
നുത്തുഫയും ബീജവും പിന്നെ എന്തും കൂടി ഉണ്ട്, അണ്ടവും ഉണ്ട്. നിങ്ങൾ അത്ഭുതപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തആല പറഞ്ഞുതരും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സൂറത്ത് ഏതാ? സൂറത്ത് സജ്ദ. പ്രത്യേകത നമ്മൾ പറഞ്ഞു, വെള്ളിയാഴ്ചയിൽ നമ്മൾ പ്രത്യേകം ഓതും, പിന്നെ രാത്രി കിടക്കുന്ന നേരത്തും ഉണ്ട്. ഇനി രണ്ടാമത്തെ സൂറത്ത് ഇപ്പൊ നമ്മൾ പറയാൻ പോണതാ വെള്ളിയാഴ്ചയിൽ ഇന്ന് രാവിലെ നമ്മൾ രണ്ടാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. സൂറത്തുൽ ഇൻസാനിൽ കാണാം അല്ലാഹു പറയാണ്, هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. കൂടിച്ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, നാം അവനെ പരീക്ഷിക്കാനായിട്ട്. അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. അവിടെ എന്താ പറഞ്ഞത്? അംശാജിൻ നബ്തലീഹി എന്നാണ്. അത് പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാകണത്? അല്ലാഹ് കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ആ തർത്തീബ് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു എന്ന് മാത്രം. അതാണ് നമ്മൾ ആദ്യം പഠിച്ച ആയത്തുള്ളത്. അതായത് നുത്തുഫ, പിന്നെ അതുപോലെ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്നിട്ടാണ് മനുഷ്യ സൃഷ്ടിപ്പ് എന്നാണ്. അത് അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ثم جعل نسله من سلالة من ماء مهين. എന്നിട്ട് പിന്നെ അല്ലാഹു തആല പറഞ്ഞു ثم سواه ونفخ فيه من روحه. ثم പിന്നീട് സവ്വാഹു, അവൻ അല്ലാഹു അവനെ ചൊവ്വാക്കി ശരിപ്പെടുത്തി. വനഫഖ, അവൻ ഊതുകയും ചെയ്തു, ഫീഹി മനുഷ്യനിൽ, മിർ റൂഹിഹി അവന്റെ റൂഹിൽ നിന്നും. അതായത് പിന്നീട് അവനെ അല്ലാഹു ചൊവ്വാക്കുകയും ശരിപ്പെടുത്തുകയും അവനിൽ തന്റെ റൂഹിനെ അല്ലാഹു തആല ഊതുകയും ചെയ്തു എന്നാണ്. ഇവിടെ സുമ്മ സവ്വാഹു എന്ന് പറഞ്ഞിടത്ത് രണ്ട് തഫ്സീർ കാണാം. അല്ലാഹു അവനെ ചൊവ്വാക്കി എന്ന് പറഞ്ഞാൽ യഅനി ആരെ ചൊവ്വാക്കി? ആദമിനെ ശരിപ്പെടുത്തി എന്നാണ്. ആദമിൽ റൂഹൂദി എന്നാണ്. രണ്ടാമത്തെ തഫ്സീർ അനുസരിച്ച് സുമ്മ സവ്വാ ഖൽഖഹു എന്നാണ്. അത് അവിടെ മൊത്തം മനുഷ്യരാശി വരാം. മനുഷ്യരിൽ മൊത്തത്തിൽ അല്ലാഹു തആല, അതായത് ആദ്യം ആദമിൽ നിന്നാണ്, പിന്നീട് ആദമിന്റെ വാരിയിൽ അതും താഴത്തെ വാരിയിൽ നിന്ന് ഹവ്വയാണ്. പിന്നീട് ഉണ്ടാകുന്ന സൃഷ്ടിപ്പിനെ കുറിച്ചാണ് എന്നർത്ഥത്തിലും വന്നിട്ടുണ്ട്. വല്ലാഹു അഅലം. അത് ഇവിടെ മാത്രമല്ല, 15-ാമത്തെ അധ്യായം സൂറത്ത് റഅദിന്റെ, സൂറത്ത് ഹിജ്റിന്റെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെ എന്താ പറയുന്നറിയോ? ഫഇദാ സവൈതുഹു വനഫഖ്തു ഫീഹി മിർ റൂഹി. എന്താ അല്ലാഹു പറഞ്ഞത്? അവനെ ഞാൻ ശരിപ്പെടുത്തുകയും അവനിൽ ഞാൻ എന്റെ ആത്മാവിൽ നിന്ന് ഊതുകയും ചെയ്താൽ. അപ്പൊ റബ്ബുൽ ഇസ്സത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞതിന് മറ്റൊരായത്ത് വേറെയും വരികയാണ്. അപ്പൊ അത് പല ഭാഗത്തുള്ള ചർച്ച ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ, വൽഹാസിൽ പറഞ്ഞ ആകത്തുക പറഞ്ഞാൽ, ആദമിൽ അല്ലാഹു തആല റൂഹൂദി. അതോടൊപ്പം തന്നെ ആദം സന്തതികളിൽ ആത്മാവ് ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിനോട് അപ്രകാരം കൽപ്പിച്ചുകൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച അവന്റെ ആത്മാവ് മനുഷ്യനിൽ ഊതുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് നിലക്കുമാകാം. അല്ലാഹു അഅലം. അപ്പൊ ആദമിൽ ഊതിയെന്നും ആകാം, മറ്റു സൃഷ്ടികളിൽ അള്ളാഹു സൃഷ്ടിച്ച റൂഹിനെ അവൻ ഊതി എന്നുമാകാം. എന്നിട്ട് പിന്നെ റബ്ബുൽ ഇസ്സത്ത് പറയാണ്, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത. വജഅല, അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തു, ലക്കും നിങ്ങൾക്ക്, ഇതൊക്കെ അല്ലാഹു തരുന്ന നിഅമത്ത, അസ്സമഅ കേൾവി, കേൾക്കാൻ എന്തുണ്ട്? കാതുണ്ട്, കേൾവി. വൽ അബ്സാറ കണ്ണുകളും, വൽ അഫ്ഇദത ഹൃദയങ്ങളും ഉണ്ടാക്കി തരികയും ചെയ്തു. ശരിക്കും ഇതൊക്കെ റബ്ബിനോട് നന്ദി കാണിക്കേണ്ട വിഷയങ്ങളാണ് ഇനി പറയണത്. ഇതൊക്കെ ആര് തന്ന? അല്ലാഹുവാണ്. നമ്മളെപ്പോഴും ആലോചിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ട് എപ്പോഴും ആലോചിക്കാത്തെന്ന് വെച്ചാല്, എന്റെ കാതും എന്റെ കണ്ണും എന്റെ ഹൃദയവും എന്റെ അവയവങ്ങളൊക്കെ ആര് തന്നത്? എനിക്ക് എന്റെ റബ്ബ് തന്നതാണ്. ഒരിക്കൽ പോലും നമ്മളെ മനസ്സിൽ ഇതെന്റെ റബ്ബ് തന്നതാണ് എന്ന ചിന്തയിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ അതിനൊന്ന് ശുക്ർ ചെയ്തൊക്കെ. എന്താ കണ്ണിന്റെ ശുക്ർ? കണ്ണുകൊണ്ട് നല്ലത് മാത്രം കാണുന്നില്ല. എന്താ കാതിന്റെ ശുക്ർ? എന്താ കാതുകൊണ്ട് അല്ലാഹ് തൃപ്തിപ്പെട്ടത് മാത്രം കേൾക്കുക എന്നുള്ളതാണ്.
എന്താ നാവിന്റെ ശുക്ർ? നാവുകൊണ്ട് അള്ള തൃപ്തിപ്പെട്ടത് മാത്രം പറയാന്നുള്ളതാണ്. എന്താ അവയവങ്ങളുടെ ശുക്ർ? ജവാരിഹുകളുടെ അള്ള തൃപ്തിപ്പെട്ടത് മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിലോ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ റൂഹ് എന്ന് പറഞ്ഞാല് അള്ളാഹു സൃഷ്ടിച്ച റൂഹ് എന്നാണ്. അള്ളാഹു ഓന്റെ റൂഹ് നോക്കി, അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകം അള്ളാഹു സൃഷ്ടിച്ചെന്ന് പറഞ്ഞു. ഈ ആയത്ത് പെട്ടെന്ന് വായിക്കുമ്പോൾ സൂഫിയാക്കളൊരു വാദം, അങ്ങനെ പഴിച്ച ത്വരീഖത്തിന്റെ അഹ്ലുകാരുടെ വാദം, അള്ളാന്റെ റൂഹ് നോക്കിയെന്ന്. ഇവിടെ അങ്ങനെ പറഞ്ഞ അള്ളാഹ് സൃഷ്ടിച്ച റൂഹിൽ നോക്കിയെന്നാണ്. അതിങ്ങനെ കൺഫ്യൂഷൻ വരുന്ന മറ്റൊരു ഹദീത്ത് ഉണ്ട്. ഏതറിയോ? അള്ളാഹു താല റഹ്മത്തിനെ സൃഷ്ടിച്ചു എന്നുള്ളത്. എന്നിട്ട് അള്ളാഹ് 99 മാറ്റി വെച്ചു, ഒന്ന് മാത്രം ഭൂമിയിൽ തന്നെ. അപ്പോ അവിടെ അത് വരുന്നിടത്തുണ്ട് അങ്ങനെ ഒരു ആശയം, കുഴപ്പം വരും. അള്ളാഹു റഹ്മത്ത് സൃഷ്ടിച്ചു എന്നാണ്. അവന്റെ റഹ്മത്തിനെ 99 ആക്കിയെന്നല്ല, റഹ്മാൻ റഹീമാണല്ലോ, ആ റഹ്മത്തിനെ അങ്ങനെ ആക്കിയ നല്ലത്, സൃഷ്ടിച്ചു എന്നാണ്. അതേപോലെ ഇവിടെയും ചില ഖിലാഫുകൾ വരാറുണ്ട് സാധാരണ ആളുകൾക്കിടയിൽ. ഞാൻ പിന്നെ ഞങ്ങൾക്കത് അറിയണമെന്നായിരിക്കും എന്ന് വെച്ചിട്ടാണ് പിന്നെ കൂടുതൽ അമ്മ കൂടി കൂടാത്തത്. ചിലതൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് തന്നെ ഗ്രാഹിയാകാത്ത കുറെ മേഖലകൾ ഉണ്ടാവും. അല്ലാഹു അലം. ഇവിടെ ഈ നന്ദി കാണിക്കുന്നതിന്റെ രീതി പറയുമ്പോൾ നോക്കിങ്ങൾ, നിങ്ങൾക്ക് അവൻ കേൾക്കുന്നതിനായി ചെവികളും കാണുന്നതിനായി കണ്ണുകളും ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനായി ഹൃദയങ്ങളും നൽകി എന്നതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹ് ചോദിക്കണ ചോദ്യം എന്താ? ഖലീലം മാ തശ്കുറൂൻ, നന്നേ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥനയിലുള്ളത് എന്ത്? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ വഫീ ബസരി നൂറാ വഫീ ലിസാനി നൂറാ വഫീ സമഇ നൂറാ. അല്ലേ? എവിടെ നമ്മൾ പോകുമ്പോൾ അത് പറയല്? പള്ളി പോകുമ്പോ. റിപ്പോർട്ട് സ്വയമായിട്ടാ മനസ്സിലാണത്, വായിച്ചെടുത്തോളം അത് തന്നെയാണ്. ഇനി ഒന്നൊരു വേണി പരിശോധിക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. പിന്നെ രണ്ടാമത്തത് വേറെ കാണാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ തന്നെ ഓരോ അവയവങ്ങൾ എടുത്തു പറഞ്ഞിട്ട് എത്രത്തോളം വെച്ചാൽ ഓരോ സന്ധികൾക്കും ശുക്ർ ചെയ്യേണ്ടതിന്റെ ബാധ്യത പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അങ്ങനെ കുറെ അദ്കാറുകൾ പറഞ്ഞ കൂട്ടത്തിൽ പിന്നെ പറഞ്ഞു തഹജ്ജുദ്, ക്ഷമിക്കണം, ലുഹയെ കുറിച്ച് അതിന്റെ ഫള് പറയുമ്പോ കാണാം അത് ഈ ശുക്രിന് ഒരു പരിഹാരമായിട്ട് പറയാണ്. അപ്പൊ ഇവിടെ ഖലീലമ്മ തശ്കുറൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് അല്പം മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. പക്ഷെ ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്, കണ്ണുകൊണ്ടും കാതുകൊണ്ടും അതുപോലെ അവയവങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹ് തൃപ്തിപ്പെട്ടതേ ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നമ്മൾ പഠിപ്പിക്കാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി വമിൻ ശർരി ലിസാനി വമിൻ ശർരി ഖൽബി വമിൻ ശർരി മനിയി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹു നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി സമഇ, കണ്ടോ വേണ്ടാത്തത് കേൾക്കുന്നതിൽ നിന്ന്, വമിൻ ശർരി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സമഇ വമിൻ ശർരി ബസരി, കണ്ണ് വേണ്ടാത്ത കാണുന്നതിൽ നിന്ന്, വമിൻ ശർരി ലിസാനി, നാവിന്റെ ശർറിൽ നിന്ന്, അതുപോലെ ലൈംഗികാവയത്തിന്റെ ശർറിൽ നിന്ന്, അതുപോലെ ഹൃദയത്തിന്റെ ശർറിൽ, ഇങ്ങനെ എല്ലാറ്റിൽ നിന്നും അല്ലാഹുവോട് കാവൽ ചോദിക്കാണ്. ആ ചോദിക്കണ കൂട്ടത്തിൽ മൊത്തത്തിൽ കാണാം അല്ലാഹുമ്മ ഖിനി ശർരി നഫ്സി വമിൻ ശർരി ശൈത്വാനി വശർക്കി, വേറെ എന്റെ ശർറിൽ നിന്ന് കാക്കണേ, എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ശർറുണ്ടാകില്ലെന്ന് കാക്കണേ. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് ശരിക്കും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ഒരുവിധം മുസീബത്തൊക്കെ പോയി കിട്ടും. കാരണം നമ്മൾ ചോദിക്കണം എന്നെ കൊണ്ട് എനിക്ക് തന്നെ ഷെറുണ്ടായിരുന്നാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടല്ലത്. എന്നെ കൊണ്ട് എനിക്ക് ഷെറുണ്ടാകാം, പിന്നെ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഷെറുണ്ടാകാം, അല്ലെ? അത് വലിയൊരു ഫിത്തനയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. وقالوا, അവര് പറഞ്ഞു, إذا ضللنا, പെട്ടെന്ന് ഇത്ര നേരം പറഞ്ഞിട്ട് ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം വരാണ്. അപ്പൊ ഇവിടെ കാലു എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു എന്നാണ്? കാഫിറുകൾ പറഞ്ഞു എന്നാണ്. ഇദാ ളലൽന, നമ്മൾ മറഞ്ഞു പോയാൽ, ഐ ഹലക്ന എന്നാണ് ഇമാം മുജാഹിദ് ബിൻ ജബർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. എന്താണ് ഹലക്ന എന്നാണ്? നമ്മൾ നശിച്ചു പോയാൽ. ഫിൽ അർദി,
ഭൂമിയിൽ അത് വസിർന തുറാബൻ, നമ്മൾ മരിച്ചിട്ടാണ് മണ്ണായി പോയാൽ വഅസ്ലുഹു മിൻ ഖൗലിഹിം ലല്ലൽ മാഉ ഫിൽ ലബനി ഇദാ ദഹബ, അങ്ങനെയൊക്കെ ചർച്ച കാണാൻ വിഷയത്തിൽ. ഇവിടെ നമ്മുടെ ഭൂമിയിലേക്ക് നശിച്ചു പോയാൽ, അതായത് നമ്മുടെ മരിച്ച് മണ്ണടങ്ങിപ്പോയാൽ ഇന്ന ലഫീ ഖൽഖിൻ ജദീദ് എന്നാണ്, പിന്നെ ഞങ്ങളൊരു പുതിയ സൃഷ്ടിയിൽ ആയിത്തീരുമോ, അതായത് പുനർജീവിപ്പിക്കപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത്. കാഫിറുകളുടെ ചോദ്യമാണ്. എല്ലാ കാലഘട്ടത്തിലെയും കുഫാറുകളുടെ, പരലോകം നിഷേധിച്ച ആളുകളുടെ ചോദ്യം അതായിരുന്നു എന്നാണ്, പുനർജീവിപ്പിക്കപ്പെടുകയോ എന്നാണ്. വഖാലൽ മുശ്രികൂനൽ മുകദ്ദിബൂന ബിൽ ബഅത്ത്, പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന മുശ്രിക്കുകൾ പറഞ്ഞു, ഇദാ മിത്നാ വഗിബ്നാ ഫിൽ അർദ് വസാറത് അജ്സാമുനാ തുറാബൻ ഫഹൽ നബ്അതു അഹ്യാഅൻ മിൻ ജദീദ്, ഞങ്ങൾ മരിക്കുകയും ഭൂമിയിൽ മറഞ്ഞു പോവുകയും ഞങ്ങളുടെ ശരീരങ്ങൾ മണ്ണായി തീരുകയും ചെയ്താൽ വീണ്ടും പുതുതായി ഞങ്ങൾ പുനർജീവിപ്പിക്കപ്പെടുമോ? ലാ യുഖലു ദാലിക, അതൊരിക്കലും ആലോചിക്കാനേ സാധിക്കും, അത് ബുദ്ധിക്കോട് യോജിക്കണില്ല. ആര് പറയാ? മുശ്രിക്കുകൾ, കുഫാറുകൾ പറയാം. ഇത് എന്ത് കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണല്ലോ, ഇത് 1-2 സ്ഥലത്ത് പറഞ്ഞ കാര്യമൊന്നുമല്ല. അള്ളാന്റെ കിതാബിൽ എത്ര സ്ഥലത്തെന്നറിയങ്ങള്, ഞാൻ 1-2 മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉദാഹരണത്തിന് 34-ാമത്തെ അധ്യായം, നമ്മളിപ്പോ പഠിക്കുന്നത് 32-ാമത്തെ അധ്യായം, അത് കഴിഞ്ഞ് സൂറത്ത് അഹ്സാബ്, അത് കഴിഞ്ഞ് സൂറത്ത് സബ. സൂറത്ത് സബയിലെ 7-ാമത്തെ ആയത്തിലെത്തും അല്ലാഹു തആല പറയാണ്, എന്താ പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? وقال الذين كفروا هل ندلكم على رجل ينبئكم إذا مزقتم كل ممزق إنكم لفي خلق جديد. കാഫിറുകൾ പറഞ്ഞു, നിങ്ങൾ സർവത്ര ഛിന്ന ഭിന്നമാക്കപ്പെട്ടു കഴിഞ്ഞാലും നിങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിവരം തരുന്ന ഒരാളെ പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? പരിഹസിച്ചിട്ട് പറയണേ, നിങ്ങളങ്ങോട്ട് മരിച്ച് മണ്ണിൽ പീസായിട്ട് പോയാലും പിന്നെ നിങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞു തരുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മുഹമ്മദ് നബിനെ കളിയാക്കാണ്, റസൂലുമാരെ കളിയാക്കാണ്. അങ്ങനത്തെ ഒരു സമൂഹം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അള്ളാന്റെ റസൂല് വരുമ്പോഴും ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരു വിഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. ഇനി 2 സൂറത്തും കൂടി മുന്നോട്ട് പോയിട്ട് സൂറത്ത് സബ കഴിഞ്ഞ് ഫാത്തിർ കഴിഞ്ഞ് യാസീനിലെത്തിയാൽ അതിന്റെ 77, 78, 79 ആയത്തുകളിലേക്ക് എത്തുമ്പോൾ അത്ഭുതപ്പെട്ടു. ഇതിപ്പോ ഞാൻ പറയാൻ തുടങ്ങുമ്പോ തന്നെ നിങ്ങൾക്ക് ബാക്കി ഓർമ്മ ഉണ്ടാവും. യാസീൻ ഇപ്പൊ എന്താ പ്രത്യേകിച്ചാൽ, പണ്ടൊക്കെ യാസീൻ മരിച്ചെടുത്ത് ഓതിയിരുന്നു. കേട്ടങ്ങള് മരിച്ചോടത്ത് യാസീൻ ഓതിയിരുന്നു. ഇപ്പോ മരിച്ചോടത്ത് യാസീൻ മാത്രല്ല, മരിച്ചിട്ട് മയ്യത്ത് കൊണ്ടുവച്ച കാണാം സൂറത്തുൽ ഇഖ്ലാസ്. ഖബർസ്ഥാനെ കൊണ്ടേ കാണാം. എന്റെ നാട്ടില് ഇക്കൊല്ലം തുടങ്ങിയ പുതിയ വിദഅത്താണ്, ഇതുവരെ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാല് തബാറക്ക, സൂറത്തുൽ മുൽക്ക്, ഇതെല്ലാം കഴിയുമ്പോഴേക്കും അടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. തസ്ബീത്തൊന്നുമില്ല. പിന്നെ മലക്കാനി, അയ്യാനി, ആദിറാനി, മൻ റബ്ബുക മൻ നബിയുക, ചോദ്യം ചോദിച്ചവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും, ചോദ്യം പറഞ്ഞവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കും. പണ്ട് ആരെ പ്രസംഗിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ മനുഷ്യന്മാർക്ക് പരലോകവും ഖബറും പറഞ്ഞൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പേടിയില്ല. കാരണം എന്താ? 1000 റുപ്യ അല്ലെങ്കിൽ 2000 റുപ്യന്റെ നോട്ട് ഉസ്താദിനാണ് കൊടുത്താൽ മതി. ഉസ്താദ് ചോദ്യം പറഞ്ഞൊരു ഉത്തരം പറഞ്ഞൊരു, പിന്നെ എന്തിനാ പേടിക്കണം? 2 മുമ്പര് പറഞ്ഞുതരും. അപ്പൊ ജനങ്ങളെ മനസ്സിൽ പരലോകമൊന്നും പേടില്ലാതായി. കാരണം എല്ലാ ഉടായ്പ കുറുക്ക് വഴികളും ഇപ്പൊ ഇവിടെ ഉണ്ട്. പക്ഷേ വല്ലാഹുൽ മുസ്താൻ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്, മറ്റൊരു വിഷയമാണ്. ഇവിടെ ഈ ആയത്തിൽ എന്താ വെച്ചാല്, വദറബ ലനാ മസലൻ വനസിയ ഖൽഖ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവർ നമുക്കൊരു ഉപമ എടുത്തു കാണിക്കുകയും ചെയ്തിരിക്കുന്നു. തന്നെ സൃഷ്ടിച്ചത് അവൻ മറന്നു കളയും ചെയ്തു. അവൻ പറഞ്ഞ്, എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അവക്ക് ജീവൻ നൽകുന്നത്? ഈ ആയത്ത് എനിക്ക് ഇവിടെ മിമ്പർമെന്ന് ഓതിയുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതൊരു ഖുത്ബയില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ട്. നിങ്ങൾ കുറെ ക്ലാസ് കേൾക്കണല്ലേ. എന്നിട്ട് അതിന്റെ ഉത്തരം തരുമോ? ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ وهو بكل خلق عليم
الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. അതിനിടയിലൊരു വിഷയം വിട്ടുപോയി. എന്താണ്? ഖുൽ യുഹീഹല്ലദീ അൻശഅഹ അവ്വല മറ. പറയുക, ആദ്യ തവണ അവയെ ഉണ്ടാക്കിയവനാരോ അവൻ തന്നെ അവക്ക് ജീവൻ നൽകുന്നതാണ്. അവൻ എല്ലാത്തരം സൃഷ്ടിപ്പിനെ പറ്റിയും അറിവുള്ളവനത്രേ. അപ്പൊ ചോദ്യത്തിന് ഉത്തരം അവിടെ തന്നെ അള്ളാഹു കൊടുത്തു. ആദ്യം ആരാ നിങ്ങളെ പഠിച്ചത്? ഓൻ തന്നെ വീണ്ടും നിങ്ങളെ പഠിക്കും. ഈ ചോദ്യം ഇങ്ങനെ നീണ്ടുപോകുന്നിടത്ത് ഭയങ്കര രസകരമായ ചോദ്യങ്ങളും മറുപടികളും കുഫാറുകൾ ചോദിക്കുക, അതിന് അള്ളാഹു തആല മറുപടി പറയാം. ഒരുപാട് സ്ഥലത്ത് അത് കാണാൻ പറ്റും, ഒരുപാട് സ്ഥലത്ത്. അതിൽ ഒന്ന് രസകരമായ എന്താ പറയാ, അവരിങ്ങനെ പറയുന്നതും അള്ളാഹു അതിന് നൽകുന്ന മറുപടി അത് പല ഭാഗത്തും ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് സൂറത്ത് അഅറാഫിൽ ഇത് കാണാൻ പറ്റും. ഒരു ഭാഗത്തുള്ളത്, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ ഏറ്റവും പ്രയാസം, അതല്ല ആകാശങ്ങളാണോ അതൊക്കെ അല്ലാഹു ചെയ്തിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. എത്രത്തോളം വെച്ചാല് ഹദീത്തിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയോ? മനുഷ്യൻ അല്ലാഹു തആല പഠിച്ചത് എവിടുന്ന? ഈ നിസ്സാരമായ ബീജത്തിൽ നിന്നാണ്. ഇനി മനുഷ്യനെ വീണ്ടും അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കണ എവിടുന്ന അറിയോ? മനുഷ്യന്റെ ഈ ഭാഗത്ത് നമ്മൾ ഈ എന്താ പറയാ മുതുകിങ്ങനെ അവസാനിച്ച് നമ്മുടെ രണ്ട് കാലും കയറി വരുന്ന ഈ ബാക്ക് സൈഡില് അവിടെ അതിന്റെ അവസാനത്തെ ഒരു ഭാഗമുണ്ട്, ഒരു അറ്റത്ത് കോക്സിൻ എന്താ പറയും, വാൽക്കുറ്റി മലയാളത്തിൽ പറഞ്ഞാൽ. അതിൽ നിന്നാണ് മനുഷ്യർ അല്ലാഹു തആല പുനരുജ്ജീവിപ്പിക്കാന്നാണ്. അപ്പൊ ശരിക്കും മനുഷ്യന് ഖബറിൽ മുഴുവൻ ദ്രവിച്ചു പോയാലും അവന്റെ ദ്രവിക്കാത്തൊരവയവമായി ഏത് ബാക്കി നിൽക്കും? ഈ എല്ലിന് കഷ്ണം ബാക്കി, ചെറുത്ത്, വളരെ ചെറുത്താണ്. അതിൽ നിന്നാണ് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കാന്നാണ്. സുബ്ഹാനക യാ അല്ലാഹ്. അപ്പൊ നമ്മൾ കത്തിച്ചനെ കളഞ്ഞാലും ശരി, അല്ലാഹു തആല എന്ത് ചെയ്യും? മനുഷ്യനെ കൊണ്ടുവരുന്നു. ബൽഹും ഫി വാഖഇ അംരിഹിം കാഫിറൂന ബിൽ ബഅത്ത് ലാ യുഅ്മിനൂന ബിഹി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ പുനരുദ്ധാനത്തെ പൂർണ്ണമായി നിഷേധിച്ചവരാകുന്നു, അവരതിൽ വിശ്വസിക്കുന്നേ ഇല്ല എന്നാണ്. ഇതും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. നമ്മളിതിങ്ങനെ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന് അള്ളാന്റെ കിതാബിൽ നിന്നുള്ള ദലീലുകൾ കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മക്കത്തെ മുശ്രിക്കുകള് ആണയിട്ട് പറഞ്ഞു, അല്ലാഹി വല്ലാഹി അള്ളാനെ തന്നെയാണ് എന്നാണ്, ഞങ്ങൾ ഉയർത്തി നിൽപ്പിക്കൂല എന്നാണ്. എന്ത് ഈ പറയണങ്ങൾ ആലോചിക്ക്. വല്ലാഹി മുഹമ്മദ് നബിയോട് പറഞ്ഞു, വല്ലാഹി ഞങ്ങൾ ഉയർത്തി നിൽപ്പിക്കപ്പെടൂല. അപ്പൊ അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്, അള്ളാഹ് റബ്ബാണ് എന്നതിൽ അവർക്ക് വിശ്വാസമുണ്ട്. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് എടുക്കാവൂ എന്നതിനാണ് അവർക്ക് പഠിച്ചത്. എന്തായത്തറിയോ? وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَا يَبْعَثُ اللَّهُ مَن يَمُوتُ. അവർ പരമാവധി ഉറപ്പിച്ച് സത്യം ചെയ്യാറുള്ള രീതിയിൽ അള്ളാഹുവിന്റെ പേരിൽ ആണയിട്ട് പറഞ്ഞു, ലാ യബ്അസുല്ലാഹു മൻ യമൂത്. മരണപ്പെടുന്നവരെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന്. വല്ലാഹി അള്ളാഹ് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കൂല, അള്ളാഹിന്റെ പേരിലാണ് പറയുന്നത് മക്കത്തെ കുഫാറകൾ. പക്ഷെ റബ്ബിന് മറുപടി പറയാ, ബലാ വഅദൻ അലൈഹി ഹഖ്ഖ വലാകിന്ന അക്തറ അന്നാസി ലാ യഅലമൂൻ. അങ്ങനെയല്ല, അതവൻ ബാധ്യതയേറ്റ സത്യവാഗ്ദാനമാകുന്നു, പക്ഷെ മനുഷ്യരിൽ അധികം പേര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ എന്തുണ്ട്? ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന്. ഇനി അല്ലാഹ് പറഞ്ഞെന്താ? ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. എന്നാൽ അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നതിന് നിഷേധിക്കുന്നവരാണ്. അതായപ്പോൾ നമ്മൾ പറഞ്ഞത് ഐ ബിൽ ബഅസി ബഅദൽ മൗത്ത് എന്നാണ് അതിന്റെ തഫ്സീർ. അതായത് മരണാനന്തരം അള്ളാഹുവിങ്കിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ, പുനരുദ്ധാനത്തെ അവർ നിഷേധിക്കുന്നവരാണ്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. അല്ലാഹു തആല മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയോ? ചെറിയൊരു നിങ്ങളെ കയ്യിലുള്ള നോട്ട് ബുക്കിൽ ഒരു പേന നിങ്ങൾ കൊണ്ടുവരണം. എന്തിനാന്ന് വെച്ചാല് ഈ മുതിർന്ന ആൾക്കാരൊക്കെ ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ ആയിരിക്കും. പിന്നെ അവർ പല തിരക്കിന്റെ ഇടയിൽ നിന്ന് അവരുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു നോട്ട് ബുക്കോ പേനേ ചിലപ്പോൾ ഒന്നും കൈ പിടിക്കാൻ പറ്റിക്കോളുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ബുക്കും പേനൊക്കെ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ ആയത്തുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഒന്ന് പോയി പരിശോധിച്ച് നോക്കാം. എന്തുകൊണ്ടെന്ന് വെച്ചാല് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യുന്നുള്ള അള്ളാഹു 1-2 സ്ഥലത്ത് പറഞ്ഞ കാര്യമൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്.
കാരണം വിശുദ്ധ ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയത്തെ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? പരലോകമാണ്, ആഖിറമാണ്. ഒരായത്ത് മാത്രം ഞാൻ പറഞ്ഞുതരാം, അത് മാത്രമേ ഞാൻ ഇവിടെ ഓതുന്നുള്ളൂ. ബാക്കി 2 ആയത്ത് കൂടി ഉണ്ട്. ഒന്ന് 16-ാം അധ്യായം സൂറത്ത് നഹ്ൽ 38-ാമത്തെ ആയത്ത്, 21-ാം അധ്യായം സൂറത്ത് അംബിയ 104-ാമത്തെ ആയത്ത്, 64-ാം അധ്യായം സൂറത്ത് തഗാബുൻ അതിന്റെ 7-ാമത്തെ ആയത്ത്. ഞാൻ അതൊന്ന് വായിക്കാം. സഅമല്ലദീന കഫറു അല്ലൻ യുബഅസു, തങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ലെന്ന് ആ കാഫിറുകൾ ജൽപ്പിച്ചു. ഖുൽ, പറയുക നബിയെ, ബലാ, അതെ, വറബ്ബീ ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും, എന്റെ റബ്ബിനെ തന്നെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക. വല്ലാഹി, നേരത്തെ പറഞ്ഞ അങ്ങനെയല്ലോ, ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നല്ലേ, എന്നാ പറയണ നബി, വല്ലാഹി നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ പറ്റി നിങ്ങൾക്ക് വിവരമറിയിക്കപ്പെടുകയും ചെയ്യും. വദാലിക അലല്ലാഹി യസീർ, അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞു തരും നമുക്ക്. ഇത് പറഞ്ഞു തരുന്നത് എന്തിനെന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം അത്രയും നിസ്സാരമായ ഒരു വസ്തുവിൽ നിന്ന് പടക്കപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് എന്ന ബോധ്യം അവന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ അവനുണ്ടാകണം. ഈ ലോകത്തവൻ വന്നതും ജീവിക്കുന്നതും നിലനിൽക്കുന്നതും അടിസ്ഥാനപരമായി എന്തിന് എന്ന ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. തിന്നലും കുടിക്കലും ഉറങ്ങലും ജീവിക്കലും എന്ന് പറയുന്ന രീതിയല്ല. ശരിക്കും എന്തിനാണ് ജീവിതം എന്ന് വെച്ചാൽ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക, ശരിക്കും പറഞ്ഞ തൗഹീദിന് വേണ്ടിയാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? തൗഹീദിന് വേണ്ടിയാണ്. കൊടുക്കാനായോ? സമയം സമയമുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ശരിക്കും തൗഹീദിന് വേണ്ടിയാണ്, വഹ്ദാനിയത്തിന് വേണ്ടിയാണ്. അത് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ കുറെ കാര്യമുണ്ട്. ഒന്ന്, നിങ്ങൾ ആലോചിക്കും, അള്ളാഹ് പറഞ്ഞ എന്താ ആദ്യം? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ പറയും ഇല്ലാ ലിയഅ്ബുദൂൻ. ഇതിനു വേണ്ടിയാണ്, അള്ളാഹിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ്. സൂറത്ത് അറാഫ് 121, 122, 123 ഇങ്ങനെ ആയത്ത് പരിശോധിച്ചു. അവിടെ റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരെ അവരുടെ ആത്മാക്കളായി സൃഷ്ടിച്ച കാലം, മനുഷ്യന്റെ ആത്മാവ്, ഭൂമിയിലാകെ ഒന്നുമില്ല ഈ പ്രപഞ്ചം. അള്ളാഹു എന്റെയും നിങ്ങളുടെ ആത്മാക്കളെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താ? ഞാനല്ല, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ്? ഖാലൂ ബലാ ഷഹീദനാണ്. അന്ന് മനുഷ്യൻ സമ്മതിക്കണം, അത് റബ്ബ് നീയാണ്. അതായത് ഇന്ന് വിഗ്രഹത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനും ജാറത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനും ഏത് അല്ലാഹുവല്ലാത്ത ശക്തികളെ, വ്യക്തികൾ, അത് വസ്തനായാലും സ്വനമായാലും ആരാധിക്കുന്ന, വിളിച്ചു തേടുന്ന സർവ്വ വ്യക്തികളും അന്ന് റബ്ബിനോട് സമ്മതിച്ച കാര്യമാണ്. ഖാലൂ ബലാ ഷഹീദനാണ്, സാക്ഷ്യം വഹിച്ച കാര്യം. എന്നിട്ടാണ് അള്ളാഹ് അങ്ങോട്ട് പടക്കണത്. ഇവിടെത്തിയപ്പോ കോലം മാറിയപ്പോ അല്ലാഹു തആല നബിമാരെ പറഞ്ഞു. എന്തിനാ നബിമാരെ പറഞ്ഞത്? വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എത്ര ആയത്തുള്ള വിഷയത്തിൽ വന്ന നബിമാര് മുഴുവനും പറഞ്ഞ ഒരു വിഷയം മാത്രല്ല, അവർക്ക് അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ നൽകി. നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം പരിശോധിച്ച് നോക്കി, അതിന്റെ ഖുലാസ ആകത്തൊക്കെ പരിശോധിച്ച് നോക്കി. അതിനകത്തുള്ള എന്താ? തൗഹീദ്, വഹ്ദാനിയ. വിശുദ്ധ ഖുർആൻ തന്നെ 114 അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ പരിശോധിച്ച് നോക്കി. അതിനകത്തും അടിസ്ഥാന വിഷയം എന്താ? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹ് വേദഗ്രന്ഥം നൽകിയത് തൗഹീദിന് വേണ്ടി. ഇനിയോ ഒരു മനുഷ്യന്റെ മരണം, ജീവിതത്തിന്റെ അവസാനം, അവിടെയും അവന് രക്ഷ എന്തുള്ളൂ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ? ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഉറക്കെ പറയും, ഐ ഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഹഖായിട്ടും ഇബാദത്തിന് അർഹനായി വേറൊന്നുമില്ല. അതിനകത്ത് 2 വിഷയമുണ്ട്. ഒന്ന്, ഇബാദത്തിന് അർഹൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലെ? 2, ഇബാദത്ത് അതിന്റെ ഇനങ്ങളും വകുപ്പുകളും അല്ലാഹ്ക്ക് മാത്രമേ ആകാവൂ. വല്ലാഹു തആല ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ശരിക്കും ഇങ്ങനെ പരിശോധിച്ചാല്
മനുഷ്യവർഗത്തെ അവരുടെ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അള്ളാഹു അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത് തൗഹീദ്. ഈ ലോകത്തേക്കുള്ള മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തൗഹീദ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന നബിമാർ മുഴുവനും പ്രബോധനം ചെയ്ത അടിസ്ഥാന വിഷയം തൗഹീദ്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ കിതാബിന്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ ചർച്ച ചെയ്യുന്ന പ്രതിപാദ്യ വിഷയം തൗഹീദ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ വേളയിൽ അവൻ പറയേണ്ടുന്ന വാക്കെന്താണ്? തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനിയോ മരിച്ചു, മയ്യത്തിസ്കരിച്ച് ഖബറടക്കി, നമ്മൾ തസ്ബീത്ത് ചോദിച്ച് തിരിച്ചു പോരുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ ചെരുപ്പിന്റെ കാലടി ശബ്ദം മയ്യത്ത് കേൾക്കുന്നു. അല്ലെ? 2 മലക്കുകൾ അവനിലേക്ക് നിയോഗിക്കപ്പെടും. ആ മലക്കുകൾ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം തൗഹീദ്, മൻ റബ്ബുക എന്നാ ചോദിക്കുന്നത്. ഖബറിലെ ഒന്നാമത്തെ ചോദ്യം തൗഹീദ്. വല്ലാത്ത ഒരു വിഷയമാണ് ഈ തൗഹീദ് പറഞ്ഞാല്. ചില ആൾക്കാർ പറയും, ഇപ്പൊ നോക്കിയാലും നിങ്ങൾക്ക് ഈ തൗഹീദ് തന്നെ ഉള്ളുണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. സുബ്ഹാനക്കയാണ്. ഇതെന്താ വെച്ചാൽ തൗഹീദ് എന്താന്ന് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. തൗഹീദിന് വല്ലാത്ത ഹലാവത്താണ്, ഒരു മാധുര്യാണ്. ഒരു മനുഷ്യന്റെ അമല് സ്വീകരിക്കപ്പെടാൻ തൗഹീദ് ഉണ്ടാകണം. അല്ലെ? ദുനിയാവും ആഖിറവും രക്ഷപ്പെടണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം. തൗഹീദ് ഉണ്ടായാൽ ഉണ്ടാകുന്ന മെച്ചങ്ങൾ എണ്ണിയ തീരൂല. അത്രയും വിഷയമാണ് തൗഹീദ്. ഈ ചില മശൈഖന്മാരെ ചില റിസാലകള് നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും, ക്ലാസ് എടുക്കാനൊക്കെ. ഭയങ്കര രസം. അതിനകത്ത് തൗഹീദിന്റെ ഓരോ തലങ്ങള്, തൗഹീദ് കൊണ്ട് കിട്ടുന്ന എന്താ പറയാ, അതിന്റെ സമറാത്തുകൾ, ഫലങ്ങൾ, തൗഹീദ് ഇല്ലാതിരുന്നാൽ ഉണ്ടാകുന്ന മുസീബത്തുകൾ, അങ്ങനെ എണ്ണി ഇങ്ങനെ വിശദീകരിച്ച് കാണാൻ പറ്റും. അത്ഭുതപ്പെട്ടു നമ്മൾ. അപ്പൊ ഈ തൗഹീദ് ഇതിനെ നമ്മുടെ ലോകത്ത് സൃഷ്ടിച്ച്, പക്ഷെ ഇത് മനുഷ്യൻ മറക്കണം. ഇത് മനുഷ്യൻ മറന്നിട്ട് അവനെന്ത് ചെയ്യും? അവന്റെ ആരാധനകളിൽ റബ്ബല്ലാത്ത. ശരിക്കും ഏറ്റവും വലിയ പരലോക നിഷേധിയായ മനുഷ്യനാണ് ഈ പറയണത്. അങ്ങനെ ഒരു പരലോകമല്ല, അങ്ങനെ ഒരു ആഖിറൊന്നുമില്ല, അങ്ങനെ ഒരു നരകശിക്ഷയൊന്നുമില്ല, അങ്ങനെ ഒരു സ്വർഗമൊന്നുമില്ല. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുന ഇല്ലാ ദഹർ. നമ്മളിവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു. കാലമല്ലാതെ നമ്മളെ നശിപ്പിക്കുന്നില്ല. ഓനോട് ചോദിക്കാണ്, ആരാ വെള്ളം ഒഴുക്കിയത്? അപ്പം പറയും, മക്കത്തെ മുശ്രിക്ക് പറയും, റബ്ബാണ്, അള്ളാഹുവാണ്. എല്ലാം ചോദിച്ചാലും അള്ളാഹുവാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ മൊഹീദ്ദീൻ ശൈഖിന്, നമ്മുടെ നാട്ടിലത്തെ ഏതെങ്കിലും മാലപ്പാട്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടിരിക്കുന്ന ആള് ചോദിച്ചാൽ ചിലപ്പോൾ പറയും മൊഹീദ്ദീൻ ശൈഖാണ്. മക്കത്തെ മുശ്രിക്കൂലും പറയാത്ത വർത്താനം ചിലപ്പോൾ പറയും. നേരൊക്കെ ചോദിച്ചവർക്ക് അറിയാത്തോണ്ടാണ് ശരിക്കും. അടവൂരിനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. അതായത് എനിക്ക് തോന്നണേ ഈ ചങ്ങായിമാർക്ക് പറ്റുന്ന വെച്ചാല് എവിടെ നോക്കിയാലും ഇപ്പോ ഈജിപ്തൊക്കെ ചെല്ലുമ്പോ ഷെയ്ഖ് ബദവി, അതിന്റെ അപ്പുറത്തേക്ക് ഇറാഖിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഷെയ്ഖ് മൊയ്തീൻ, പിന്നെ റിഫായി. ഓരോ നാട്ടിൽ പോയി നോക്കുമ്പോൾ, പിന്നെ സൗദി അറേബ്യക്ക് ചെന്നാലും ഇവർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യക്ക് ചെന്ന് നോക്കുമ്പോൾ റസൂലും സഹാബത്തും അവിടെ ആകെ ആൾക്കാരാണ്. കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഔലിയാക്കന്മാരായിട്ട് ആരും കാണില്ല. അപ്പൊ എന്നാ ഞാൻ ആരെങ്കിലും ഒരാളെ പൊക്കിയിട്ടൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടിക്കണ്ടിച്ചിട്ടാണ് അതിനങ്ങനെ മുദബ്ബിറുൽ ആലമൊക്കെ ആക്കി മാറ്റിയത്. അവസാനം നമ്മളെ പഠിച്ചോന്നും പറയാൻ തുടങ്ങി. അവതുമില്ല തൈമ ന്യായീകരിച്ച് അവസാനം അങ്ങോട്ട് ഒന്നുമില്ലാതെ പോയി. അല്ലാഹുൽ മുസ്തആൻ. എന്തായാലും ന്യായീകരിച്ചപ്പോ അവസാനം പുറത്തു വന്നൊരു ക്ലിപ്പുകൾ ഉണ്ടാവും. എന്ത്? പച്ചയായി മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിക്കൽ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ് കുത്തുബിയത്തുള്ളത്. ഇത് നമ്മള് എത്ര കൊല്ലം പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു പ്രസംഗം നടത്തിയപ്പോ അതിന് 2 മൗലവിമാര് മറുപടി പറഞ്ഞത്, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന വാദം എനിക്കില്ല മൗലവി എന്നാണ് ഒരാൾ പറഞ്ഞത്. വേറൊരാൾ പറഞ്ഞത്, അങ്ങനെ പ്രാർത്ഥിക്കാം, അതിനെന്താണ് വിരോധം മൗലവി എന്നാണ്. ഇപ്പൊ അവസാനം ഒരെന്നെ സംഭവിച്ചത് പ്രാർത്ഥനയാണ്. ശരിക്കണ്ടല്ലോ പാടിയാൽ തന്നെ ആദ്യം ഷാത്തലിമല്ലാണ് ആജാതി സാധനം. തറ വൃത്തിയില്ലാത്ത മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തു കളയുന്ന ഒരു സാധനം പറയില്ല. അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ശിർക്കിൽ നിന്ന് ബിദ്അത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ലക്ഷ്യം മറന്ന ഒരു ജീവിതം മനുഷ്യനുണ്ടായിപ്പോയി. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇതാണ്, ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. എന്നിട്ട് പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ പുനരുദ്ധാനത്തെ, ബഅത്തിനെ, നുശൂറിനെ നിഷേധിക്കുന്ന ഈ മുശ്രിക്കുകളോട് പറയുന്നതാണ് നബിയെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നതാണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം പഠിക്കാനുള്ളത്. അതിന് പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതവിടെ എത്തൂല. നമുക്കൊന്ന് ഓതിയിട്ട് അവസാനിപ്പിക്കാൻ നല്ലത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. എന്താ ഉഷാറായിട്ട് ഓതാത്ത? കയ്യിൽ ഓരോന്നുണ്ടല്ലേ, അവിടെ ഉറക്കം ഓതുന്നല്ലേ ഉഷാറായിട്ട്. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين ثم جعل نسله من سلالة من ماء مهين. من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. بل هم بلقاء ربهم كافرون. ما شاء الله بارك الله فيكم جميعا. നമുക്കിനി ഇൻഷാ അല്ലാഹ് കുറച്ച് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ഇതിൻ്റെ കൂടെ പിന്നെ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ മുന്നിൽ പഠിക്കണ കുട്ടികളെ അത് നൂൽക്ക് എത്ര ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് അത് ആവശ്യം തന്നെ ആയിരിക്കും. ഈ നിയമവും ഓത്തും കൂടി ഒരുമിച്ച് പോകുമ്പോൾ നല്ല രസം. പക്ഷെ നിങ്ങളിപ്പോൾ ഒരാൾ ഓതുമ്പോൾ എനിക്ക് അവിടെ ഇത് ആമാണ് ഇഖ്ഫാണ് ഇഖ്ലാബാണെന്നൊക്കെ പറയാൻ എളുപ്പമാണ്, ജഡ്ജ്മെന്റ് എളുപ്പമുള്ള കാര്യം. പക്ഷെ എന്നെ കൊണ്ടാണ് ഓദിപ്പിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ വിഷയം മനസ്സിലാവും. അവിടെ ഇഖ്ലാബ് ഉണ്ടാവുമെന്ന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഒരു പോക്കനായിരിക്കും. നമ്മൾ ശരിക്ക് ഓതിട്ട് തന്നെ ശരിയാക്കണം. ഓതിട്ട് തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മുമ്പ് പറയല്ലേ, നല്ല ഓത്ത് അതിൻ്റെ കൂടെ ഓതി വെച്ചിട്ട് തന്നെ നമ്മൾ ശരിയാക്കാം. ഇപ്പോൾ ഷെയ്ഖ് ഹുദൈഫ്, അതുപോലെ ഇപ്പോൾ നമ്മൾ ഹറമിലുള്ള ചില ഇമാമികളുണ്ട്. നമ്മൾ ഈ മിശാരി റാസിനെ പോലുള്ള നല്ല ഖിറാത്താണ്. പക്ഷെ അതൊക്കെ ചിലപ്പോൾ നമുക്ക് വല്ലാതെ എത്തിക്കൊള്ളുന്നില്ല, ശ്വാസം കൊണ്ടും തജ്വീദ് കൊണ്ടും ചിലപ്പോൾ എത്തൂല. അപ്പോൾ കുറച്ചും കൂടി തജ്വീദിയായിട്ടൊക്കെ നമുക്ക് ഓതി ശീലിക്കാൻ പറ്റിയ ഇപ്പോൾ യാസിർ ദൗസനൊക്കെ പോലുള്ള ആൾക്കാരുണ്ട്. നല്ല രസഖറാത്ത് മാഷാ അല്ലാഹ്, വളരെ ഹൃദ്യതയുള്ള അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ വേറെ ചില എന്താ പറയുക നല്ല ഇമാമികളുണ്ട്, കാര്യങ്ങളുണ്ട്, കുറച്ചും കൂടെ ഒക്കെ പഠിച്ച്. ഇപ്പൊ ഹുദൈഫ് ഇമാമിന്റെ കൃപത്ത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സനത് ഇങ്ങനെ പോയി 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 എത്തുന്ന നേരെ സഹാബിയിലേക്കാണ്. ഷെയ്ഖ് ഹുദൈഫ
ഹുദൈഫി ഹഫിളഹുല്ലാഹ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നേരെ അവിടേക്കെത്തണം. അതേപോലെ ഹറമില് നിങ്ങൾ കാണാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മളൊക്കെ സാധാരണ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിന്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തഹ്ബീറുൽ മഖാരി എന്നിട്ട് സൗദി അറേബ്യയിൽ ഹറമിനോട് ചേർന്ന് നടക്കുന്നൊരു സംവിധാനമുണ്ട്, തഹ്ബീറുൽ മഖാരി എന്നാണ്. അങ്ങനെ തന്നെ യൂട്യൂബിൽ അടിച്ചെടുത്താൽ കാണാൻ പറ്റും. അവിടെ പഠിക്കുന്ന തുല്ലാബുകൾ, പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, അവരൊക്കെ ഇങ്ങനെ ഓതുന്ന ഓത്തുകളും അവരുടെ ലൈവ് ചർച്ചകളൊക്കെ അതിൽ കാണാൻ പറ്റും. തഹ്ബീറുൽ മഖാരി അങ്ങനെ കേൾക്കുക, ധാരാളമായിട്ട് കേൾക്കുക. അങ്ങനെ കേട്ട് ശരിയാകും. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത പോലെ, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ, സലഫുകൾ മനസ്സിലാക്കിയതുപോലെ അള്ളാഹിന്റെ കിതാബ് മനസ്സിലാക്കി അമലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن، اللهم ارحمنا بالقرآن. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.